അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറാൻ പോയത്. ഐ ആം വെരി നെർവസ് റൈറ്റ് നൗ. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അന്റെ ഫോട്ടോ കാണിക്കുന്നതിൽ ഇതെന്റെ കൂടെ പോലീസുകാരുടെ ജമീർ ഓടുന്ന കണ്ണൂരിലാണ് നീ കണ്ണൂരിലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബാംഗ്ലൂരേക്ക് ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റിലാണ് പോകുന്നത്. സംഭവം ഞാൻ പറഞ്ഞില്ല. സംഭവം എന്ന് വെച്ചാൽ ഞാനും റാംബോവും ഷമീറും മുന്നേ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഈ ബാംബു ബോയ്സ് ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയില്ല. നോക്കിക്കോ, 4 എണ്ണം ഉണ്ട്. അതിൽ കയറിയില്ലല്ലേ? അതിൽ കയറിയില്ല. ഇവന്മാർ 3 എണ്ണമാണ് കയറാത്തത്. പിന്നെ ഇതാ ഈ ബാംബു പോയി കയറിയില്ല. പിന്നെ മമ്മു കയറില്ല. പക്ഷെ ഒരു ഭയങ്കര മാസിലാണ് നിൽക്കുന്നത് കേട്ടോ. ഉള്ളിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ പുറത്ത് കാണിക്കില്ല. സ്വന്തമായിട്ട് ഒരു ഫ്ലൈറ്റ് ഉള്ള ആളെ പോലെ ഇവ നിൽക്കുന്നത് കാര്യം ബാക്കി എല്ലാവരും ഫുള്ള് തുള്ളിച്ചാട്ടലുണ്ടായിരുന്നു. പക്ഷെ മുന് ഭയങ്കര കുര്യൻ 2 വാക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നില്ല. ഇതെന്താണല്ലേ, ഞാൻ ശരിക്കും ബാംബു ബോയ്സിനെ ഫ്ലൈറ്റിലേക്ക് കയറേണ്ട കോലായത്. ഇവൻ ഏടെ പോയാലും കല്യാണത്തിന് പോയാലും മീറ്റിംഗ് ഏടെ കൊണ്ടുപോയാലും അല്ല, ദൂരെ പോകുന്നുണ്ട് അടുത്ത് പോകുന്നുണ്ട് ചായ കുടിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഇതാ സെയിം സാധനം. എപ്പോ ഇതുണ്ടാവും. അപ്പൊ നമ്മള് ഭയങ്കര ചാടയിൽ അതൊരു പ്രഷറിൽ കയറിയിട്ടുണ്ട്. അല്ല, ഞാൻ 1-2 പ്രാവശ്യം കയറിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെക്കിന്നിന് വന്നിട്ടാണുള്ളത്. കുര്യാക്കോസ് ഒന്നും തിരിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഷമീർ സംഭവം എല്ലാം അറിയുന്ന ആളെ പോലെ നിൽക്കുന്നുണ്ട്. കാരണം ഇവൻ ആകെ ഫ്ലൈറ്റ് കയറി പോയത് ഒന്നിച്ച ആളുള്ള. അപ്പോൾ ഒറ്റയ്ക്ക് ഇതുവരെ ഇപ്പം പോയിട്ടില്ല. കാര്യങ്ങളെല്ലാം അറിയാം. എന്താ കാര്യങ്ങൾ അറിയാം? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ആദ്യം എയർപോർട്ടിൽ വന്ന് ഇപ്പം നമ്മൾ ID കാണിച്ച് ഉള്ളിൽ കയറി അടുത്ത എന്താണ് സ്റ്റെപ്പ് പറ? ഇതെടുക്കണം. അതിനെ ചെക്കിൻ കഴിഞ്ഞിട്ട് എന്താണ്? ബോർഡിംഗ് പാസ് ആദ്യം. ബോർഡിംഗ് പാസ് ആദ്യം നമ്മൾ എടുത്ത് വെച്ചു. ബോർഡിംഗ് പാസ് ഫ്ലൈറ്റിൽ കയറുക. പിന്നെ അതിന്റെ ഇടക്കൊന്നുമില്ല ഫ്ലൈറ്റിൽ കയറലാന്ന്. പിന്നെ ബോർഡിംഗ് പാസ് ഇപ്പൊ മനസ്സിലായാലും ഇവൻ ബാക്കി എല്ലാ മണ്ണങ്ങളെയും പോലെ ഇവനും മണ്ണയാണ്. മമ്മു നീ തമ്മിൽ ഒരു വ്യത്യാസമില്ല. നീ ആരോ നിന്നെ ഫ്ലൈറ്റിൽ കയറ്റിക്കൊണ്ട് നീ കയറിയതാണ്. അല്ലാണ്ട് നിനക്ക് ഇവരെക്കാളും മുകളിലല്ല. വേറെ ഒന്നുമില്ല ശരിക്ക്. നീ കയറിയില്ല. അപ്പൊ എനക്കറിയാം. ഇത് കഴിഞ്ഞിട്ട് എന്താ? ഇത് കഴിഞ്ഞിട്ട് ബാഗേജ് നമുക്ക് ബാഗില്ലല്ലോ. ബാഗ് ഉണ്ടല്ലോ. ബാഗ് ഉണ്ട്. പക്ഷേ ബാഗേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പിന്നെ ഇതിലേക്ക് പോക്കാം. മറ്റേ സംഭവം എന്തായാലും പറയും, ഞാൻ മറന്നു. ഇത് ടെർമിനൽ, ഇത് ഇൻവോയ്സ് അതിലൂടെ നമ്മൾ പോകേണ്ടത്. എന്താടാ ഇവൻ പറയുന്നത്? വിവരമില്ലെങ്കിൽ അങ്ങാണ്ട് ഉണ്ടല്ലോ പറയുന്നത്. അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. 2 വാക്ക് അഭിപ്രായം. അല്ല, മറ്റേ എക്സൈറ്റഡ് ആണോ? കുര്യാക്കോസിനോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമുണ്ട്. കുര്യാക്കോസെ, ആ വണ്ടിയിലാണ് നമ്മൾ പോകേണ്ടത്. എടാ നാറി, നീ കണ്ടന്റിന് വേണ്ടി വലിയ കൊമേഡിയൻ ആയല്ലോ കേട്ടോ. ചെക്കനെ ആദ്യമായിട്ട് കയറുന്ന വെച്ചിട്ട് അങ്ങനെ കുറെ പൊട്ടനാക്കല്ലോ കേട്ടോ നീയല്ലോ. ആ വണ്ടിയിൽ നമ്മൾ പോകുന്നത് ട്രോളി കാണിച്ചിട്ട് ആകെ 2 പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറുന്നിട്ട് ഇവന് കാണാം. അപ്പം ഫ്ലൈറ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ പേടിയൊന്നും വരില്ല. പക്ഷെ നല്ല ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, നല്ലൊരു സന്തോഷമായിരിക്കും, എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്തോ നമ്മൾ ചെയ്ത പോലത്തെ ഒരു ഫീൽ വരും. എന്തോ ഫുൾഫിൽ ചെയ്തു. എൻ്റെ കയറി പോട്ടുന്നോ? ഞാൻ അറിഞ്ഞോട്ട് ചവിട്ടിയല്ല നിന്റെ വെള്ളയെന്ന് വിചാരിച്ചിട്ട്. ഇത് എയർപോർട്ടാണ്. പിന്നെ ചവിട്ടുന്ന കുറച്ച് മെച്ചൂർഡ് തിന്നാൻ കിട്ടോ? ഫ്ലൈറ്റില് നീ എന്താ പറഞ്ഞോണ്ടെന്നാ? തിന്നുന്ന കാര്യമല്ല, മറ്റേ സംഭവം. ഭക്ഷണത്തിന് പുറമെയുള്ള കാര്യങ്ങൾ കിട്ടോ? ഞങ്ങക്ക് നല്ല വിശപ്പുണ്ട്. ഫുഡ് തന്നെ നമുക്കെന്ത് ചായയും ബജ്ജിയാട്ടം നിന്നാലോ? ആലോചിക്കണം. ഇപ്പൊ നമ്മൾ ഒന്നിച്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ല.
അല്ലാണ്ട് നീ ഒറ്റക്കാറ്റ് എപ്പോഴെങ്കിലും എയർപോർട്ട് വരുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം, ഫുഡിന് സാധാരണ നമ്മൾ പുറത്ത് കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി പൈസ കൊടുക്കണം. അതായത് ഒരു കോഫിക്ക് നമ്മൾ പുറത്ത് 10 റുപ്യ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 100-150 റുപ്യ കൊടുക്കണം. അങ്ങനെ 200 അങ്ങനെ ഉണ്ടാവും. ഇപ്പം ചിന്തിക്കണം കേട്ടോ. സ്റ്റാർബക്സ് അല്ല, കയ്യിൽ പൈസ ഇല്ലാണ്ടല്ല എയർപോർട്ടിൽ കയറി എല്ലാവരും കൂടെ പറയുന്നത്, മനസ്സിലാവും? എയർപോർട്ടിൽ കയറുമ്പോൾ ആലോചിക്കണം. 10 റുപ്യന്റെ മറ്റേ കോഫി കയറി ഇടാം 100 റുപ്യ ആവും. അപ്പൊ ബജിക്കോ മുളക് ബജി മുട്ട ബജി മുട്ട ബജിയും കിട്ടാൻ വേണ്ടി ഇത് മൂസാനിക്കാന്റെ പീടിയല്ല മോനെ, ഇത് എയർപോർട്ടിലാണ് നീ വന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ സംസാരിക്കാൻ കിട്ടൂല. കായടലുണ്ടാവും, അല്ല അതുണ്ടാവും. മലബാർ കണ്ണൂര് മലബാർ മുട്ടമാല ഏലാഞ്ചി എല്ലാം കിട്ടലുണ്ട്. ഏലാഞ്ചിയുടെ കിട്ടും. ഏലാഞ്ചി എന്ന് പറഞ്ഞാൽ നിന്റെ മോന്തൊക്കെ ഇടുന്ന പേര് പോലെ ഉണ്ട്. എന്താ ഏലാഞ്ചി കിട്ടലുണ്ട് കണ്ണൂരെല്ലാം. നീ എന്താടാ അല്ല ഞാൻ ആദ്യമായിട്ട് കുഞ്ഞിപ്പെണ്ണെന്തോ പറയുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണെന്തോ പറയുന്നുണ്ട്. അതെന്താ നീ കൊറേ യാത്ര ചെയ്തല്ലേ, സംശയങ്ങൾ എക്സ്പീരിയൻസ് എന്ന് പറയാന് ഈ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര കുലുക്കും ഇതെല്ലാം പറയുന്നുണ്ട്. കുലുക്കെന്ന് പറയുന്നത് ഓട്ടർഷ അല്ലല്ലോ, കുലുക്കൊന്നും ഉണ്ടാവില്ല. ഇത് ആകാശത്തിലൂടെ അല്ല പോണം. പേടിയാന്ന് കുലുങ്ങലും ചെയ്യും. മേഘത്തിൽ തട്ടിയാൽ കുലുങ്ങും. അല്ലല്ല, അത് കേൾക്കുമ്പോൾ തമാശ പറയുന്ന പോലെ തോന്നും, പക്ഷെ ശരിക്കും അങ്ങനെ ഉണ്ട്. അല്ല, മേഘത്തിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ ഷെയ്ക്കാവും. ഞാൻ പോയിട്ടുണ്ട്. നീ എന്നോട് ചോദിക്കും. ഇതുവരെ കുലുങ്ങിയില്ല എന്ന് പറയുന്നത്. കുലുങ്ങൂല. നീ 1 പ്രാവശ്യം 2 പ്രാവശ്യം കയറിയതല്ലേ? എത്ര പ്രാവശ്യം നീ കയറി മൊത്തം? എടാ ഇത് ഓട്ടർഷയോ ബസ്സോ അല്ലല്ലോ. കുലുങ്ങുന്ന ഷെയ്ക്ക് വരും, അതിങ്ങനെ ഇതാവും. മേഘത്തിന്റെ ഇടക്കൂടെ പോകുമ്പോ അത് ഷെയ്ക്ക് വരും. മേഘ ഇനി കട്ട പിടിച്ച സാധനം മേഘത്തിന് കട്ടിയുണ്ട്. മേഘത്തിന് അതാണ് അങ്ങനെ നമ്മൾ വിചാരിക്കാം, പക്ഷെ മേഘത്തിന് കട്ടിയുണ്ട്. ആശമീറ ഞാനും ഇതാദ്യം വിചാരിച്ച മേഘത്തിന് കട്ടിയില്ല. മേഘം ശരിക്കും കല്ല് പോലത്തെ മേഘം വരുന്നുണ്ട്. അങ്ങനത്തെ മേഘം വരുന്നുണ്ട്. എടാ ഒരു മിനിറ്റ്, ഇടി എന്ന് പറഞ്ഞാൽ എന്താ? ഇടി പൊട്ടുന്ന എങ്ങനെയാ? ഇടി എന്ന് പറഞ്ഞാല് വെളിച്ചം. ഇടീന്റെ സൗണ്ട് എങ്ങനെ വരുന്നത്? ഇടീന്റെ സൗണ്ട് എങ്ങനെ വരുന്നത് പറഞ്ഞാല് ഇലക്ട്രിസിറ്റി. മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിട്ടാണ് ഇടീന്റെ സൗണ്ട് വരുന്നത്. അറിയോ? എക്സാമ്പിൾ കട്ടിയില്ലാത്ത ഒരു സാധനം കൂട്ടിമുട്ടിയ സൗണ്ടാണ് പപ്പടം. പപ്പടത്തിന് ഒരു കട്ടിയില്ലേ? ചെറിയൊരു കട്ടിയില്ലേ? കാറ്റ് പോലെ അല്ലല്ലോ, സ്മോക്ക് പോലെ അല്ലല്ലോ. നീ പറഞ്ഞത് മേഘം കാറ്റാന്ന് ആയോ? ഇതെന്താ? അപ്പൊ വെള്ളം കൂട്ടിമുട്ടിയ സൗണ്ട് വരും. പക്ഷെ വെള്ളത്തിന് ഒരു കട്ടിയുണ്ട്. ഞാൻ പറഞ്ഞത് കട്ടിയുണ്ട്, കാറ്റിന് കട്ടിയില്ല. അതാ ഞാൻ പറഞ്ഞത് മേഘത്തിന് കട്ടിയില്ല. മേഘം കാറ്റ് പോലെ അല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ടി ഉണ്ട്. ആരാ എന്നോട് പറഞ്ഞത്? ഇത് നിന്നെ ആരോ തെറ്റായ ഇത് എനിക്ക് തന്നതാണ്. ഇതെന്താ 2 ഉണ്ടാകും? ഒന്നേ ഉള്ളൂ. നീ അല്ല 2 കിട്ടുമോ? ഇത് എന്താ പള്ളിയിൽ നേർച്ചക്ക് പോയതാ? 2 ചേച്ചി ആൾക്കാരോട് സംസാരിക്കാത്തല്ലേ? ഇവൻ ഇൻട്രോട്ടല്ലേ? ഇവൻ കുറച്ച് ദിവസം ഇൻട്രോട്ടല്ലേ? ഇവനെന്തോ ഇത്ര ആൾക്കാരോട് സംസാരിക്കുന്നത്? നിർത്തി ചായ ഓരോരോ സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ടാവില്ലേ? കോമഡി ആക്കാൻ വേണ്ടി എന്തെല്ലാം പറയുന്നല്ലേ? ഫ്ലൈറ്റ് എന്താ KSRTC ബസ് നിർത്താൻ? ഫ്ലൈറ്റ് നിർത്തൂല എനിക്കറിയാം. നീ കോമഡിക്ക് വേണ്ടി പറഞ്ഞതാണ്. നീ കോമഡിക്ക് വേണ്ടി പറഞ്ഞ പക്ഷെ പാളിപ്പോയി. എല്ലാ നാട്ടിലും എയർപോർട്ട് ഉണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും നിർത്തൂലേ? ഇത് കണ്ണൂരിൽ നിർത്തൂലേ? കണ്ണൂർ എന്താ നിനക്ക് നിർത്തിയിട്ട്? കണ്ണൂർ ആ മൈസൂർ ഉൻസൂർ പാട്ട വഴിയാണ് പോകുന്നത്. കണ്ണൂർ പറയുന്നത് കണ്ണൂർ നിർത്തും. ഞാൻ പറഞ്ഞത് കണ്ണൂർ നിർത്തിയാലും കണ്ണൂരും കോഴിക്കോടും നിർത്തും. ശരിക്കും കണ്ണൂർ നിർത്തിയാലും നമുക്കൊരു ചായ കുടിക്കാന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ആരെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോയി തരാൻ പറയാം. ബാഗ് ഉന്തി വിട്ടാ. ബാംഗ്ലൂരാ പോകുന്നത്. അച്ചാറൊന്നും ഉണ്ടാവില്ല. അച്ചാർ വേണമെങ്കിൽ പറഞ്ഞു. ഇവൻ ഇൻട്രോട്ടല്ലേ? ഇവനെന്താ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി എന്തെല്ലോ കാണിക്കുന്നത്? ഇങ്ങനെയെങ്കിലും അതുപോലെ നീ ആയില്ലല്ലോ. 3 വർഷം കഷ്ടപ്പെട്ട് എന്നിട്ടൊന്നും ആയില്ല. ഖത്തറിൽ പോയി, കുവൈത്തിൽ പോയി, ദുബായിൽ പോയി, നടന്നില്ല. വീണ്ടും തിരിച്ചു വന്നു. കാര്യം ഇതിലെ അഗ്രി ചെയ്യുന്നു. ഇത് സത്യങ്ങളാണ്. 2 വാക്ക്. ആദ്യമായിട്ട് കയറുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് എന്നാണ്. എന്തൊരു ബുദ്ധിങ്ങിയാലേ എയർപോർട്ടിൽ ആദ്യമായിട്ടായിരുന്നു. ഭയങ്കര ഇൻട്രോവേർട്ടായി പോയി കേട്ടോ. ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കും. ഇവ ആദ്യമായിട്ട് കയറുന്നു ഫ്ലൈറ്റ്. കയറി പോകുന്ന കൊള്ളൂ.
എന്തോ ഒരു അരി വാങ്ങാനുള്ള റേഷൻ പടി പോകുന്ന പോലെ പോകുന്നത്. നിക്കുന്ന നോക്കിയാണ് നിക്കുന്ന ജാസി ആര് ഓടി എടാ അവന്റെ കൂടെ പോ ആരും ഒരാൾ കൂടെ പോ. ഒരാൾക്ക് ബാഗ് എടുക്കാണ്ട് വന്ന് ഓവർ എക്സൈറ്റ്മെന്റ് കയറിയിട്ട് ബാഗ് എടുക്കാണ്ട് വന്ന്. ഗൈസ് ഇനി വരാൻ പോകുന്ന ടീമാണ് ഈ കഥയിലെ മെയിൻ ടീം. നിങ്ങളെ പേര് നവനീത്. നിങ്ങളാ നവനീത് അല്ലേ? ഓടാ മുത്തേ, ഇയാള് വേൾഡ് ഫേമസ് ബീറ്റ് പ്രൊഡ്യൂസർ അല്ല മ്യൂസിക് പ്രൊഡ്യൂസർ അല്ല മാനേജർ. നിങ്ങള് അപ്പൊ നിങ്ങള് പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു, മുത്തു പറഞ്ഞു. ഓക്കെ, എനിവേസ് ഗൈസ് ഇനിയാണ് ദ മെയിൻ ക്യാരക്ടർ വരാൻ പോകുന്നത്. മുത്ത, ഇത് ജിബിന് നമ്മളെ ബീറ്റ് പ്രൊഡ്യൂസറാണ്. പിന്നെ അല്ല സോറി സിനിമാറ്റോഗ്രാഫർ സോറി. ഇത് ബീറ്റ് പ്രൊഡ്യൂസർ, പേര് റോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിയാക്കി 2 പാട്ടിൻ്റെയോ നിങ്ങൾ തന്നെയല്ലേ ബീറ്റ്. പിന്നെ ഇതാണ് ദ മാൻ അർജുൻ MVR മുത്ത. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. അപ്പോൾ എന്തായാലും പുള്ളിനെ നമ്മൾ വീഡിയോൻ്റെ മുന്നിൽ പറയാൻ എത്തിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് ആടുന്ന് ബാക്കി സംസാരിക്കാം. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, ഇതാ KDS. ലെറ്റ്സ് ഗോ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് അവിടെ അല്ല, എല്ലാവരും കൂടി ഒരു ഫ്ലൈറ്റിൽ പോയത്. പരിപാടി നമ്മൾ ഒന്നിച്ചാണ് അല്ല, 2 വാക്ക് പരിപാടിനെ കുറിച്ച് എക്സൈറ്റഡ് ആണ്. അതെ, പെർഫോം ചെയ്യാൻ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി അല്ല ഫ്ലൈറ്റിൽ നിന്ന് ബാക്കി. വെൽക്കം ടു കർണാടക. ഇത് കാര്യം പറയാനാ മുത്തേ, ഇത് ശരിക്കും ബാംബു ബോയ്സിനെ ഫ്ലൈറ്റ് കയറ്റിയ പോലെ ആയി. എന്തെല്ലോ സീറ്റ് നമ്പറൊന്നും നോക്കാണ്ട് എവിടെല്ലോ പോയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരുത്തിന് തിന്നാൻ വേണം പോലും. എന്താണിത്? എടാ ബാഗ് അവിടെ വെക്കാം, അതിൻ്റെ ഉള്ളിൽ വെക്കാം. എക്സ്ക്യൂസ് മീ, can you open it? അപ്പോൾ കുര്യാക്കോസിൻ്റെ എൻ്റെയും ബോർഡിംഗ് പാസ് എൻ്റെ ഉണ്ട്. ചെക്കൻ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണുള്ളത്. ഇവിടെ ഞാൻ മാത്രമേ കുര്യ എന്താ തോന്നുന്നത്? നമ്മുടെ ബാംബു ബോയ്സിനെ കാണിക്കുന്നതാണ്. മുനവീർ ബോയ്, ശരത് ബോയ്, അവരവിടെ എന്തോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ശരത്ത് എന്തോ ഫ്ലൈറ്റിൽ കയറിയിട്ട് ട്രെയിനിൽ കയറി കളിക്കുന്നത്. പ്ലെയിൻ പൊട്ടി വീന്നെല്ലാം പറയുന്നുണ്ട്. ഇതിനാ ശരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വേട്ടെ ഈ ഫ്ലൈറ്റിൻ്റെ. അതായത് ട്രാവലറിൽ കയറൂലേ, ട്രാവലറിൽ ചെറുതായതാണ് ഫ്ലൈറ്റ്. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതിൽത്തെന്തിനാ പേടിക്കേണ്ട ആവശ്യം? നീ എന്നെ നോക്ക്, നീ ആദ്യമായിട്ടില്ല ഏറുന്ന ജാസി. നമ്മൾ ബസ്സിൽ നിന്നെല്ലാം ഇവിടെ ഇപ്പോൾ DJ ലൈറ്റിലുണ്ടാവും മോനെ, മൊത്തം വൈബാന്ന് ഇടാ. ഗൈസ് ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. എന്താ പറയുന്നത്? എല്ലാം നമ്മൾ ബെൽറ്റ് ഇട്ട്. സ്പീഡ് കൂടുന്നേ ഉള്ളൂ, കൂടിക്കഴിഞ്ഞാൽ ബാക്കിങ്ങേ പറ്റും. കട്ടൻ ചായ പോലും കിട്ടൂലേ? ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ എന്താ? ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൗജന്യ നീ അതെ ഫ്ലൈറ്റ് വിട്ട ടേക്ക് ഓഫ് കിട്ടും പോലും. മധുരമുള്ളതാ? മധുരം തേങ്ങാപ്പുണ്ടോ? മറ്റേ സാധനം ബ്രെഡിൽ വെക്കണേ. ബ്രെഡിന്റെ അത് തേങ്ങ വെച്ചിട്ടുണ്ടൂലേ, അതിനെ ഫ്ലൈറ്റിൽ പറയുന്നത് ടേക്ക് ഓഫ് എന്നാണ്. അതിന്റെ പേര് കട്ടൻ ചായയും കൂടി കിട്ടി അടിപൊളി. എന്താ മോനെ? ടേക്ക് ഓഫ് വരാനായി. തമ്പുരാനെ എന്താ കാണുന്നത്? ഫ്ലൈറ്റ് മതീശേക്ക് തങ്ങളെ ഇത് യാ റബ്ബിൽ ആലമീനായ തമ്പുരാനെ എന്താ ഞാൻ കാണുന്നത്? എന്താ കുന്നു കയറുന്നതാ? താമരശ്ശേരി ചൊര തങ്ങളെ എന്തെന്നാ ഞാൻ കാണുന്ന? എന്തെന്നാ ഞാൻ കാണുന്നത്? അവരുടെ മേലിന് മൊത്തം കടിയുന്ന ഇതെന്തെന്ന് സംഭവം? ഒരു കട്ടൻ പറഞ്ഞ എടുത്ത പൊന്തിയ സാധനം പൊന്തി ചെറുക ആടുന്നു. ചെറുക്കാക്കിയ
ഫുഡ് വരുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുക്കണം. ബോർഡിംഗ് പാസ് വെച്ച് ഫുഡ് കിട്ടുമോ? ചോദിച്ചോക്കാം. ചേച്ചി കട്ടൻ കട്ടൻ ചായ ഇല്ല? കട്ടൻ ചായ ആ ചൂടുള്ളതുണ്ട്, ചൂടില്ലാത്തതുണ്ട്. ചായയുണ്ട്, 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 ചായയുണ്ട്. ഇഡ്ഡലി വട, ഇഡ്ഡലി വട, ഇഡ്ഡലി വട, ചട്നി, പരിപ്പ് വട, പരിപ്പ് വട. ഈഗോ ചായയുണ്ട്, കാപ്പിയുണ്ട്, ചുക്ക് കാപ്പിയുണ്ട്, ബ്ലാക്ക് ടീ ഉണ്ട്, ഇഡ്ഡലി വട, ഇഡ്ഡലി വട, ചട്നിയോട് കൂടിയ ഇഡ്ഡലി വട. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ സക്സസ്ഫുള്ളി ലാൻഡഡ് ഇൻ ബാംഗ്ലൂർ വിത്തൗട്ട് ക്രാഷിങ്. താങ്ക് യു എയർ ഇന്ത്യ. പെട്ടെന്ന് എത്തിയില്ലേ? പെട്ടെന്ന് എത്തിയല്ലേ? അരമണിക്കൂറിന് ആയിട്ടില്ല എൻ്റെ പൊന്നു മോനെ. 20 മിനിറ്റ് പോലും ആയിട്ടില്ല. കുര്യാക്കോസേ, നിനക്കൊരു പെണ്ണെല്ലാം വേണ്ടേ? നീ എത്ര കാലം ഇങ്ങനെ ജീവിക്കുന്നത്? നമുക്ക് പെണ്ണൊന്നും വേണ്ട, ഫുട്ബോൾ ചാതി. പെണ്ണ് വേണ്ട, പെണ്ണിനൊക്കെ താനേ വരും. പെണ്ണ് താനേ വരുമെന്നാണ് കുര്യാക്കോസിന്റെ ഫിലോസഫി. അതെങ്ങനെയാ? ചാടാൻ പറ്റോ? ചാടട്ടെ, ചാടി വരട്ടെ നമ്മള്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എന്ന വൻ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റേ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കണം. അങ്ങനെ ബാംഗ്ലൂരിലെ ഫുഡെല്ലാം കഴിച്ച് ഇതാണ് ബാംഗ്ലൂരിലെ ഡേയ്സിലെ നമ്മൊരു ബാംഗ്ലൂരു. ഇതാണ് നമ്മളെ ഇവിടുത്തെ ഗാർഡ്സ്. റൂം വേണോന്ന് വെച്ചിട്ട് വരുന്നത്. അല്ല, ഇത് കണ്ടിട്ട് വരാപ്പോയ ടൗണുമായിട്ട് ബന്ധമുണ്ടെന്നാണ് കുര്യാക്കോസ് പ്രഖ്യാപിക്കുന്നത്. ആണോ? ഓക്കെ, എനിവേസ് ഗൈസ്, നമ്മൾ അപ്പോൾ പരിപാടി നാളെ രാത്രിയാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഒരു ലൈവ് ഇടാൻ പോയി. നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് ഇന്ന് രാത്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു ഒഫീഷ്യലി. അപ്പോൾ എനിവേസ് ലെറ്റ്സ് ഗോ ടു റൂം ഗൈസ്. എനിവേസ് നമ്മൾ ബാംഗ്ലൂർ സ്ട്രീറ്റിൽ കൂടെ IR ചെയ്യുന്നവരെ വ്ളോഗ് അടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ മാറിയൊക്കെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പണിഞ്ഞു കൊടുക്കേണ്ടി വരും. ഷമീർ ചിരിച്ചു. നീ പറഞ്ഞ കറക്റ്റാണ്. എന്ത് അതാ കേട്ടല്ലേ? ഓവറാക്കല്ലേ ഷമീർ? എനിക്ക് വയസ്സെത്രയാ? 25 നായിൻ്റെ മോനെ. അങ്കി 22. 22 പിന്നെ 25 നിന്റെ 2 ചെറിയ പുള്ളറ പോലെ ഓടി നടക്കുന്ന റോട്ടിൽ കൂടെ. എങ്ങനെ എന്തെങ്കിലും ഓട്ടോ അടിച്ചിനെ ഓട്ടോ ഒക്കെ എന്തെങ്കിലും പറ്റിയില്ലെങ്കിലോ? ഒന്നാമത് റോഡിന്റെ വീതി ഇത്രേ ഉള്ളൂ. ഈ റാമ്പ് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വണ്ടികൾ അങ്ങനെ വണ്ടികൾക്ക് പോട്ടെ. വണ്ണുണ്ടല്ല, ഒരു ഇറ്റിയോസ് കാറിന്റെ വണ്ണൂല്ല ഇവേ. എല്ലാ റോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ചു ഹെവി വെഹിക്കിൾസിന് ഇതില്ല. എനിവേസ് ഗൈസ്, അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ തെരുവുകളിലൂടെ വ്ളോഗ് എടുത്തിങ്ങനെ നടക്കുകയാണ്. IR-ലാക്കണമായിരുന്നു, പക്ഷേ പകൽ IR-ലിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ രാത്രി എന്തായാലും നമ്മൾ IR-ലുണ്ടാവും. ബർത്ത്ഡേ സ്പെഷ്യൽ IR ലൈവ് നോക്കാം ഗൈസ്. നമുക്ക് ഇവിടെ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല. ഇതാണ് കിട്ടിയ വണ്ടി. ഒരു ഡ്രൈവറേയും കിട്ടിയിട്ടുണ്ട്, ഒരു തുക്കട ഡ്രൈവർ. നോക്കാം, നമുക്കൊരു ബക്ക് കിട്ടിയ ഡ്രൈവറിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ഡ്രൈവറൊന്നുമല്ല, നമ്മളെ നാളത്തെ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് ഓർഗനൈസ് ചെയ്യുന്നത് നിങ്ങളാ? അതെ, ഓർഗനൈസ് ചെയ്യുന്നത് ഈ ചങ്ങായിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഫോർച്യൂണർ ഓൺ ദ വേ ആണ്. നമുക്കിപ്പോൾ തൽക്കാലം ഈ വണ്ടി ഉള്ളത്. ഫോർച്യൂണർ ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ റൂമിലെത്തിയിട്ടുള്ളത് ബാംഗ്ലൂര്. നമ്മൾ റൂമിൽ അല്ല, ലിഫ്റ്റിൽ എത്ര പേരാ? 6. ഒരു മിനിറ്റ് എണ്ണട്ടെ. 1 2 3 4 5 6 7 8 9 ആളായല്ലോ. 90s അടുത്ത കോമഡി നീ അത് ഇട്ട് കൊടുക്കുക.
ഓക്കെ അപ്പം നമ്മള് രാത്രി ആയിട്ടുണ്ട്. ഇന്ന് നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ ലൈവ് ചെയ്യാൻ വന്നു. ലൈവ് ഇപ്പം അല്ല, ലൈവ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇത് വ്ളോഗിലല്ലോ പോകുന്നത്, വ്ളോഗില്. അപ്പം നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം എന്തായിരുന്നു സ്ഥലത്തിന്റെ പേര്? മടിവാളെ പോകും. പിന്നെ കോർമംഗള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോകും. അവിടെ മൊത്തം പബ്ബുകളാണ്. അപ്പൊ ഇന്ന് രാത്രി നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ പബ്ബിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ബാംഗ്ലൂർ നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആണല്ലോ ബാംഗ്ലൂർ. ഫസ്റ്റ് ടൈം അല്ല, എന്താണ് ഫസ്റ്റ് ബാംഗ്ലൂർ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ? അതിൽ ഞാൻ പണ്ട് മുതലേ ഞാൻ ഫസ്റ്റ് ടൈം ഒന്നല്ല. ഞാൻ വൈറ്റ് ഫീൽഡിൽ 10 പ്രാവശ്യം. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ കിഡിൽ എക്സ്പീരിയൻസ്. അടിപൊളി. പറയൂ ഫസ്റ്റത്തെ ബാംഗ്ലൂർ തയ്യാറല്ലേ? ഫസ്റ്റ് തയ്യാറല്ല, ഞാൻ 5-6 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു. ഇവനിവിടെ പണിയുന്നു. അപ്പൊ കുര്യൻ ബാംഗ്ലൂർ എന്നല്ല, കുര്യൻ ആ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് പുറത്തെടുക്കുന്നത്. എന്താ രണ്ടു ബാംഗ്ലൂർ വേറെ സ്ഥലമാണ് ആണോ? ലെറ്റ്സ് ഗോ പാർട്ടി ഗൈസ്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ പോകുന്നത് പബ് ഏരിയ, അങ്ങനത്തെ കുറെ ആൾക്കാരുള്ള ഏരിയയിലാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുള്ളവർ മിസ്സായി പോകരുത്. PP സ്ട്രാറ്റജി അറിയാലോ ഗൈസ്? എവിടെ പോയാലും ഞാൻ ഈ PP കൊണ്ട് നടക്കും. കാരണം ഇവന്മാർ ആടെ എവിടെയെല്ലാം പോയിട്ട് എവിടെയെല്ലാം മിസ്സാവും. അപ്പൊ ഞാൻ ഈ PP കളിച്ചിട്ട് കോമാളികളെന്ന് വിളിക്കുമ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ചു തരണം. അതാണ് ഒരു ട്രയൽ നോക്കാം. ഒരു മിനിറ്റ് നോക്കട്ടെ. അയ്യോ കാണുന്നില്ല, ആരൊക്കെ മിസ്സായി? കോമാളികളെ. അപ്പൊ അങ്ങനെ നമ്മളെ സ്ട്രാറ്റജി, ആൾക്കാർ മിസ്സായി കഴിഞ്ഞാൽ PP കളിക്കാം. അല്ല ആയിട്ടില്ല, ഇത് വെറുതെ വിളിക്കരുത്. ഓക്കെ ഹായ്, സുഖല്ല? ബ്രോ ഇത് നല്ല ക്യാമറ, ഇതിലെടുത്തോ. ഇത് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി. അപ്പൊ എനിവേസ് ഗൈസ്, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് ഇന്ന് എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കാൻ പോയിരുന്നു. അപ്പൊ എല്ലാവരും ഇതെന്തേ കുര്യൻ ഓണായി. ബാംഗ്ലൂരിലുള്ള ആദ്യത്തെ IRL സ്ട്രീം. ഓക്കെ, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഇന്നെന്റെ അല്ല ഇന്നല്ല, ബേസിക്കലി നാളെയാണ് ബർത്ത്ഡേ. പക്ഷെ ഇന്നാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം നാളെ നമുക്ക് അതെ, ഇന്ന് 12 മണിക്ക് ശേഷമാണ് റിയൽ സെലിബ്രേഷൻ. നമ്മൾ ഇവിടുന്നാണ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മള് ബാംഗ്ലൂരിലെ പബ് സ്ട്രീറ്റിലേക്ക് പോകാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളുള്ള സ്ഥലത്തിന്റെ പേര് മടിവാള. ഇത് കഴിഞ്ഞിട്ട് നമ്മള് കോർമംഗള പോകും. ഓക്കെ, ഇതെന്താണ്? എന്നാ ബാക്കി കൂടി കുറിച്ചോ? സംഭവം എന്താന്ന് വെച്ചാല് അതിന്റെ അടുക്ക അവിടെ പോലീസ് വന്ന്. ഓക്കെ, ആൾക്കാർ കുറെ കൂടി പോലീസ് വന്ന് നമ്മൾ അവിടെ നിന്ന് ഓടിച്ചു വിട്ട് പറയാൻ കഴിയില്ല, തിരിച്ചൊന്നും പറയാൻ കഴിയില്ല. ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ടീം, ബുദ്ധിയില്ലാത്ത ടീം. മനസ്സിലായി? ഇവരെപ്പം നമ്മളെ കേരളക്കാർക്ക് ഒരിക്കലും സപ്പോർട്ട് നിൽക്കൂല. മനസ്സിലാവും? നമ്മൾ വണ്ടിയൊന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല. നമ്മളിതാ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഫുട്പാത്തിൽ നടക്കേണ്ട ഇതിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോലീസ് നമ്മൾ അവിടെ നിന്ന് ഓടിച്ചു. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തോക്ക് കൊടുത്തിട്ട് പോലീസ് വന്നിന്. ഓടേണ്ട വരും, മിക്കവാറും ഓടേണ്ട വരും. തോക്ക് കൊടുത്തിട്ട് പോലീസ് വന്നിട്ടുണ്ട്. താങ്ക് യു ബ്രോ. വി ആർ ഗോയിങ്. വി ആർ നോട്ട് പ്രോബ്ലംസ്. എടാ ഞാൻ ഒരു കാര്യം പറ്റേ, പോലീസിന്റെ അടി ഒഴിവാക്കണം കണ്ടില്ല. ബോഡി ഗാർഡ്സ് നമ്മളെ ഗ്യാങ്ങിലുള്ളവർ മാത്രം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നാൽ മതി. ഒരു സൈഡിൽ കൂടെ നടന്നാൽ മതി. അപ്പൊ അടി കൊള്ളൂല. മനസ്സിലാവും? നീ ക്യാമറ വേറെ ഫ്രണ്ടിൽ കൂടെ നടന്നു, ആടെ ഇങ്ങോട്ടേക്ക് എടുത്തോ.
ഇതാ കൊണ്ട് അടി വരുന്ന ഷമീർ ഓടില്ല, ഷമീർ ഓടി ശരിക്കും അടി ഉണ്ടാവും. ഓടിക്കോ അയ്യോ പോലീസ് അടിച്ചോടിച്ചു മുത്തേ. കണ്ണൂരുണ്ടാവും പോലീസ് ഓടിച്ച് കണ്ണൂർ തവണ നീ അതെ കണ്ണൂർ തവണ അഡ്വഞ്ചറസ് ബർത്ത്ഡേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരെങ്കിലും ഒരാളെ അയക്കണം അതിനോട്ട്. എന്റെ 2 ഷൂ, ഇവന്റെ ക്യാമറ, അത് പോലീസ് ഉണ്ട്, പോലീസിനുണ്ട്. ക്യാമറ ഉണ്ട്, അത് പോലീസിനുണ്ട്. അത് ഏത് സ്റ്റേഷനാന്ന് അറിയില്ല. പിന്നെ എന്റെ ഷൂ ഉണ്ട്, ബാലൻസിയാക്കാം. അതൊന്നും ആരെങ്കിലും വണ്ടിയൊന്നും പിടിച്ചു വെച്ചില്ലല്ലോ. ക്യാമറ നീ തിരിച്ചു വാങ്ങാനുള്ള പരിപാടി നോക്ക്. പിന്നെ എന്റെ 2 ബാലൻസിയാക്ക ഷൂസും ഉണ്ട്. ആ ക്യാമറ പോലീസുകാരെ ഉണ്ട്, അത് പോയിട്ട് കൈക്കൂലെടുത്ത് വാങ്ങാം, കുഴപ്പമില്ല. ഞാൻ എടുത്തരാം. ഓക്കെ ഗൈസ്, 12 മണിയായി ബർത്ത്ഡേ. അയ്യേ അന്റെ ഫോട്ടോ കാണിക്കുന്നതില് Bro, vehicle will arrive in 10 minutes. We need to hold here 10 minutes. Okay. That's the problem. Thank you. See you. Thank you, bro. Hi. Thank you. കയ്യന്നൂർ എടാ പയ്യന്നൂരോ? എടാ വെഹിക്കിൾ ആണോ? എടുത്തോ മുത്തേ ഇവിടെ കുടുങ്ങിയിട്ടുള്ള വണ്ടി വരാൻ ലേറ്റ് ആവും. നമ്മളിവിടെ ആൾക്കാരുടെ ഇവിടെ മറ്റേ സ്റ്റേജിൽ കയറിയേക്കുന്ന പോലെ നിൽക്കുക. അപ്പൊ എനിവേസ് ഗൈസ്, അത്രേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. മൊത്തത്തിൽ പോലീസെല്ലാം അടിച്ച് ഓടിച്ചു. മൊത്തം അഡ്വഞ്ചറസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ ക്യാമറ തിരിച്ചു വാങ്ങാൻ വേണ്ടിട്ട് മുനുവാട് അഘോരാത്രം പരിശ്രമിക്കുന്നുണ്ട്. കിട്ടിയാ എന്തായാലും എന്തായാലും എടാ ബാംഗ്ലൂർ പോലീസല്ല, എന്തായാലും പൈസ കൊടുത്താൽ തരും. ഇവന്മാരെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി ജീവിക്കുന്ന ടീമാണ്, മനസ്സിലാവും? അതാ പൈസ കൊടുത്ത് ഇവരെന്തായാലും തരും. ബ്രോ സോ മെനി പീപ്പിൾ ബ്രോ. അപ്പൊ എന്തായാലും വണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോയതാ. എനിവേസ് ഗൈസ്, ബൈ ഗൈസ്, സീ യു. ഓക്കെ ഗൈസ്, അപ്പം ഇന്നലെ ഒരു ക്രേസി നൈറ്റ് ആയിരുന്നു. എന്തെല്ലോ ആർക്കെല്ലോ അടിയുണ്ട്, മുനുവിനും ഉണ്ട്, ക്യാമറാമാൻ്റെ അടിയുണ്ട്, പിന്നെ ആർക്കുണ്ട്, നിൽക്കുന്നുണ്ടല്ലോ ജാസിക്ക് കുള്ളിക്ക് ഒന്നുമുണ്ട്. എല്ലാവരും പരക്കനോടി. ഷമീർ ആദ്യം ഓടിക്കൊണ്ട് ഷമീറിന് വേണ്ടിയില്ല. എനിക്ക് കൈ നല്ല വേനുണ്ട്, പോലീസ് അടിച്ചതല്ല. ഈ മുനവർ എന്ന് പറയുന്ന ഈ മുനും ലൊട്ട എൻ്റെ കൈക്കിട്ട് നല്ലോണം തന്നു. എനിക്ക് പോലീസുകാരിൽ നിന്ന് അടി കൊണ്ടിന് ഞാൻ എന്ത് വെച്ച് എൻ്റെ കൈ പെയ്യുന്നില്ല. ഓക്കെ, എനിവേസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് ഇൻകിഡിലേക്ക്. ആദ്യം ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ സൗണ്ട് ചെക്കിന് പോകണം. സൗണ്ട് ചെക്ക് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ നമ്മളെ പരിപാടി അല്ല 9 മണിയാകുമ്പോൾ നമ്മളെ പരിപാടിക്ക് കയറണം. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? എല്ലായിടത്തും കോസ്റ്റ്യൂം കാണിച്ചു കൊടുക്കുക. ഞാൻ ഒരു കോമാളി ആയോ സംശയം. ഇത് ഇവൻ പ്രൊഫഷണൽ കോമാളി അല്ലടാ, ഇവൻ ജീവിതം തന്നെ ഇതിനോട്ട് ഒഴിഞ്ഞു വെച്ചല്ലേ. ആദ്യം ഇത് മെയിൻ അല്ല, മെയിൻ കോമാളി ഇവിടെ ഉള്ളത്. ഇവനെ ശരിക്കും ഇപ്പൊ ജംബോ സർക്കസിൽ പോയാൽ എടുക്കും, ശരിക്കും എടുക്കും. ഇവനാണ് ജോലിക്ക് എടുക്കും. കോസ്റ്റ്യൂമെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കാൻ പാക്ക് ചെയ്ത് കാണിച്ചിരാ. എൻ്റെ തട ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. രാത്രി കോൺസേർട്ടിൻ്റെ സമയത്തും ബാക്കി കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും കോസ്റ്റ്യൂം കൂടി ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി രാത്രി പരിപാടിക്ക് കയറുമ്പോൾ കാണിച്ചു. ഓക്കെ ഗൈസ്, അപ്പം തീരെ സമയം വളരെ കുറവ്. 9 മണിക്ക് നമുക്ക് ഷോക്ക് കയറണം. ഇപ്പോൾ 8:45. നമ്മൾ ചിലപ്പോൾ ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ കോസ്റ്റ്യൂം. ഇന്ന് ഷോക്ക് കയറാൻ പോയെന്ന്.
ക്ലബ് ലോട്ടസോ ഇവിടെ ഒരു ക്ലബ്ബിൽ വന്നിട്ടുള്ളത്. അപ്പം മുത്തേ നമ്മൾ വിചാരിച്ച പോലെയല്ല ആള്. വൈറ്റ് ലോട്ടസ് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. നല്ല തിരക്ക്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ആള് കുറച്ച് കൂടുതലാണ്. കൂടുതലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതലുണ്ടല്ലോ. അപ്പോൾ എനിവേസ് പെർഫോം ചെയ്യാൻ പോയത് കുറച്ച് ടെൻഷൻ ഉണ്ട്. ഇതാണ് ഇതാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന സ്ഥലം. വേറെ ആരിലോ കയറി പെർഫോം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മളാണ്. അപ്പോൾ നല്ല ടെൻഷനുണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും ഷമീറ 2 വാക്ക്. അത് ഞാൻ അറിയാം, നിന്റെ മുഖത്തുണ്ട് കോമാളി വേഷം കെട്ടിയിട്ട് ഇറങ്ങിനല്ലോ നീ. ഒരു മുതുക്ക് കോമാളി ഇടുന്നുണ്ട്. ഇയാൾക്ക് വയസ്സ് 43 എന്നിട്ടും ഇയാളിപ്പോൾ ഇതാ പരിപാടി. ഈ ട്രൗസർ ഇട്ടിട്ട് കുഞ്ഞു പിള്ളേരപ്പറ്റ തുള്ളി നടക്കല്. ഇതാണ് ഇയാളെ പരിപാടി. വെയ്ബ് പിടിക്കണം പോലും. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറാൻ പോയത്. ഐ എം വെരി നെർവസ് റൈറ്റ് നൗ. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഹലോ. Hey yo, what's up everybody in the chat? What's up? Hey, what's up everybody? Good evening Bangalore. എന്തല്ല സുഖം എല്ലാവർക്കും? എന്തല്ല മുത്ത എന്തല്ല? താങ്ക് യു ഗൈസ്, താങ്ക് യു. ഇവിടെ വന്ന ഓരോരുത്തർക്കും താങ്ക് യു ഫോർ മലയാളീസ് അല്ലാത്തവരുണ്ടല്ലോ ഇവിടെ. ഓ ഷിറ്റ്. Okay guys, anyways, for those of who doesn't know us, we are streamers from Kerala. My name is Toppi. Guys, നമ്മൾ ബേസിക്കലി സിംഗേഴ്സ് അല്ല, നമ്മൾ സ്ട്രീമേഴ്സ് ആണ്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ സ്ഥലത്തെല്ലാം വന്ന്. അപ്പം പാട്ടുണ്ട്, ആരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഓളാക്കിട്ട് നമ്മള് എടാ, ബാംഗ്ലൂരിൽ ഇത്രയും സ്നേഹം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ കാര്യം പറയല, എന്റെ മൈൻഡിൽ ഇതല്ല ബാംഗ്ലൂർ. ഞാൻ ഭയങ്കരമായിട്ട് ഇതായിപ്പോയിട്ടാ. താങ്ക് യു ബ്രോ, താങ്ക് യു കേട്ടോ. എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഒക്ടോബർ 25. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25 എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. നിഹാദിന്റെ സ്ട്രീമിൽ നിഹാദ് ഒറ്റയ്ക്ക് ലൈവ് ചെയ്തിട്ട് തൊപ്പിയിൽ നിന്ന് നിഹാദായി മുടിയൊക്കെ മുറിച്ച് നിഹാദായിട്ട് ഇന്ന് 1 വർഷമാണ്. ആ 1 വർഷത്തെ മാറ്റം നിങ്ങളെ പോലെ തന്നെ കൂടെ നിന്ന് അത് കണ്ട ഒരുത്തനാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ഇത്രയും നശിച്ചൊരു ദിവസം ഇല്ല എന്ന് ഞാൻ വിചാരിച്ചു അന്ന്. പക്ഷെ ഇന്ന് ഞാൻ എന്റെ ഇന്നെനിക്ക് മനസ്സിലായി. ആ ഒരു വർഷം എന്നെയൊന്നും ആർക്കും അറിഞ്ഞൂടായിരുന്നു. ഞാനൊക്കെ ഭൂമിയിൽ ഏതോ മാത്രം ഈ വന്ന എല്ലാവരും അറിയണ തന്നെയാണ്. നമ്മൾ ആർക്കും ഇവിടെ അറിഞ്ഞൂടായിരുന്നു. മനസ്സിലായ? നമുക്കൊക്കെ മമ്മൂന്നും റാംബോന്നും മുരുന്നും എല്ലാവർക്കും ഓരോ പേര് തന്നെ നിങ്ങൾ വിളിക്കുന്ന രീതിയിൽ മാറ്റി തന്ന നിഹാദിന് മുത്ത ഹാപ്പി ബർത്ത്ഡേ, ലവ് യു. സൈനോ Let's go. What's up, everybody in the chat? Tolliyavare, tolliyavare, akchirinchavare, sondamarichavare, tale vide, tale chora vide, chirinchinga vide, nadakatte, vittu pedi, katti metti katti kai vadupi, kitti paadi,
കൊട്ടി 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 പാടി കുരുത്തവന തീയിൽ വളർന്നവന നട്ടവയിലെത്തു മുല്ലകത്തിൽ തിരിഞ്ഞ് വന്ന് ഇല്ല പോവില്ല പുറകോട്ടായിരം മക്കൾ മുക്കിൽ കേട്ടാലും ഇല്ല പതിനില്ല മുന്നില്ലാരായാലും വന്ന് വെച്ചാലും നല്ല പകഞ്ഞ് കെട്ടി വിട്ട് 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 പിടി കട്ടി 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 കൽബാവുട്ടി കിട്ടി 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 പാടി കൊട്ടി 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 പാടി സോനിയവരെ സോനിയവരെ തിരിച്ചവരെ സോനിയവരെ നാളെവിടെ തലച്ചോറവിടെ തിരിച്ചിരിക്കവിടെ ഞാൻ തട്ടക്കിട്ട നടക്കും താങ്ക് യു. ഞാൻ പറയാം, ഞാൻ സിംഗർ അല്ല, ഞാൻ സ്ട്രീമറാണ്. അപ്പം മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ട്രോൾ ഇറക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു എവരിബഡി, താങ്ക് യു. ആ അയ്യോ ഇഷ്ടപ്പെട്ട മനസ്സിലായില്ല. ആണോ? എക്സ്ചേഞ്ച് ആക്കണോ? അല്ല, ഞാൻ വാച്ചാർക്കും എറിഞ്ഞു കൊടുത്താലോ എന്ന് ആലോചിക്കാം. വേണ്ട. ആണോ? പാടിക്കോ. ഓക്കെ ബ്രോ, താങ്ക് യു. പോന്നാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെന്നാലും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ റൂമിലേക്കല്ല, കുറച്ച് സമയം അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ പോകുന്നുണ്ട്. എന്തായാലും അതല്ല എടാ, എല്ലാരും വിളിച്ചേ. ഓക്കെ ബ്രോ, സിയോ ബ്രോ ഇനി വരണം പ്ലീസ്. ഉറപ്പായിട്ടും. താങ്ക് യു ബ്രോ. ഓക്കെ, അടിപൊളി പാട്ട്, ഒന്നും പറയാനില്ല. പോന്നാ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മള് എന്തായാലും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ താങ്ക് യു സോ മച്ച്. ബൈ ബ്രോ, ബൈ, സീ യു.